ഇക്കാലത്ത് AI തീർക്കുന്ന വിസ്മയങ്ങളിൽ ആശ്ചര്യപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. ആരുടെയും മുഖരൂപത്തിൽ അവരുടെ സ്വന്തം ശബ്ദത്തിൽ പോലും കോണ്ടന്റുകൾ നിർമ്മിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഇമേജുകൾ നിർമ്മിക്കാം, സിനിമയെ വെല്ലുന്ന വീഡിയോ രംഗങ്ങൾ ഉണ്ടാക്കാം, ഓഡിയോ ക്ലിപ്പുകൾ ജനറേറ്റ് ചെയ്യാം. അങ്ങനെ എന്തും നൽകുന്ന അലാവുദ്ദീനിന്റെ അത്ഭുത വിളക്ക് പോലെയാണ് AI വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ AIയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിയമം നമുക്കുണ്ടായിരുന്നില്ല. ആ വിടവ് നിർമ്മിച്ച പ്രശ്നങ്ങൾ അനവധിയായിരുന്നു. ഒറിജിനലിനെ വെല്ലുന്ന ഡീപ് ഫേക്ക് അശ്ലീല വീഡിയോകൾ നടികൾ ഉൾപ്പെടെ പലരുടെയും നമുക്കിടയിൽ പ്രചരിച്ചു. എന്തിനേറെ പറയുന്നു, പണം നൽകിയാൽ നിമിഷനേരങ്ങൾ കൊണ്ട് ഏത് സ്ത്രീയുടെയും അശ്ലീല വീഡിയോകൾ AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകൾ വരെയുണ്ട്. എന്നാൽ ഇനി ഇതൊന്നും എളുപ്പമാകില്ല. അതെ, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഒരു AI നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യയിലെ AIയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന പുതിയൊരു നിയമം. എന്നാൽ ഈ നിയമം അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ് എന്ന ആശങ്കകളും വളരെ ശക്തമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ് വിശദമായി പരിശോധിക്കാം. മൈക്രോസോഫ്റ്റ് AI CEO മുസ്തഫ സുലൈമാൻ ഈ അടുത്ത് നടത്തിയ പ്രസ്താവന വലിയ വാർത്തയായിരുന്നു. 18 മാസത്തിനുള്ളിൽ ഒരുപാട് ജോലികൾ തീർച്ചയായും AI റീപ്ലേസ് ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. പലപ്പോഴും AIയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകാറുള്ളത് ആ വഴിയാണ്. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെ. എന്നാൽ അതിനപ്പുറം ഗൗരവകരമായ മറ്റൊരു വശമുണ്ട് AIക്ക്. അത് ജനങ്ങളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെയും നിങ്ങളുടെയും രൂപത്തിൽ, ശബ്ദത്തിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ പോലുമില്ലാതെ എന്തും നിർമ്മിക്കാനാവുന്ന സാധ്യത കൂടിയാണ് AI എന്ന് പറയുന്നത്. സമീപകാലത്ത് ഈഗിൾ ഗെയിമിംഗ് എന്നറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹം നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഫലമായി ലഭിച്ച ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ടെലിഗ്രാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങൾ നിശ്ചിത തുകയും ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോയും നൽകിയാൽ വേണ്ട വിധത്തിലുള്ള അശ്ലീല വീഡിയോ നിർമ്മിച്ചു നൽകുന്നവർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര അപകടകരമായൊരു സാഹചര്യം. ദിനേന എത്രയോ ഫേക്ക് കോണ്ടന്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നു. സത്യമേതാണ് കളവേതാണെന്ന് മനസ്സിലാകാത്ത സാഹചര്യം. ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പൂട്ടുവീണിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് റൂൾസ് 2026 എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിന് 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് AI കോണ്ടന്റുകളുമായി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുക, AI കോണ്ടന്റ് മേഖലയിൽ ഒരു ഡിജിറ്റൽ എത്തിക്സ് കോഡ് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നിവയാണവ. ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും പുതിയ നിയമം അനുസരിക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ AI സമ്മിറ്റിന്റെ അവസാന ദിവസം അഥവാ ഫെബ്രുവരി 20 മുതൽ നിയമം പൂർണ്ണാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിയമത്തിലുള്ള പ്രധാന ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നിയമത്തിന്റെ സെക്ഷൻ 3 ഇന്റർമീഡിയറീസ് അഥവാ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളും അത് ഉപയോഗിക്കുന്നവരും അനുസരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 2 രീതിയിൽ ആ കാര്യങ്ങളെ തരംതിരിക്കാം. നിയമവിരുദ്ധ AI കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തേത്. നിയമം ലംഘിക്കാത്ത AI കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് രണ്ടാമത്തേത്. ഒന്നാമത്തേതിലേക്ക് വരാം. നിയമവിരുദ്ധ AI കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. BNS, പോക്സോ, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് തുടങ്ങിയ നിശ്ചിത നിയമങ്ങളുടെ കീഴിൽ ഒഫൻസായി കണക്കാക്കുന്ന ഏതെങ്കിലും കോണ്ടന്റുകൾ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അത്തരക്കാരുടെ പേരും വിവരങ്ങളും ഉടനടി നിയമപാലകർക്ക് റിപ്പോർട്ട് ചെയ്യണം. പൗരന്മാരുടെ സ്വകാര്യത, അഭിമാനം എന്നിവയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന കോണ്ടന്റുകൾ, യഥാർത്ഥ വ്യക്തികളെ മോശമായി ചിത്രീകരിക്കുന്ന കോണ്ടന്റുകൾ, അതുപോലെ പോണോഗ്രാഫിക്, പീഡോഫിലിക് കോണ്ടന്റുകൾ, തെറ്റായ ഇലക്ട്രോണിക് റെക്കോർഡ്സ് നിർമ്മിക്കുന്ന കോണ്ടന്റുകൾ എന്നിവ പൂർണ്ണമായും വിലക്കണം. അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അക്കൗണ്ടുകൾ ഉടനടി ഡീആക്ടിവേറ്റ് ചെയ്യണം. അത്തരക്കാർക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകണം. 3 മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്യാത്ത പക്ഷം ഇന്റർമീഡിയറി പ്ലാറ്റ്ഫോമുകൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും. മുമ്പ് 36 മണിക്കൂറായിരുന്നു പ്ലാറ്റ്ഫോമുകൾക്ക് കോണ്ടന്റുകൾ നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം. ഇപ്പോഴത് വെറും 3 മണിക്കൂർ മാത്രമായിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ തരത്തിലേക്ക് വരാം. നിയമം ലംഘിക്കാത്ത AI കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണവ? നിയമവിരുദ്ധമല്ലാത്ത ഏത് AI കോണ്ടന്റുകൾ ഷെയർ ചെയ്യുമ്പോഴും അതിന് കൃത്യമായ ലേബൽ നൽകണം. അഥവാ ഇത് AI നിർമ്മിത കോണ്ടന്റ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലേബൽ വേണം. ആ ലേബൽ മറയ്ക്കാനോ ഒഴിവാക്കാനോ യൂസേഴ്സിന് സാധിക്കരുത്. ഓഡിയോ കോണ്ടന്റ് ആണെങ്കിൽ ലേബലിന് പുറമെ ഓഡിയോ മുന്നറിയിപ്പ് കൂടി വേണം. ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ കൂടിയാവണം ലേബൽ എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ.
ഫെബ്രുവരി 20 ശേഷം നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. അതിനുശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിയമം ബാധകമാണ്. നിയമം അനുസരിക്കാത്ത പക്ഷം ആർക്കും ഇന്ത്യയിൽ തുടരാൻ കഴിയില്ല. സമീപകാലത്ത് വാട്സപ്പിനോട് സുപ്രീം കോടതി പറഞ്ഞതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വാട്സപ്പിന്റെ 2021 പ്രൈവസി പോളിസി പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ കോടതി പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയിക്കോളൂ എന്നാണ് താക്കീത് നൽകിയത്. യഥാർത്ഥത്തിൽ അത് വാട്സപ്പിന് മാത്രമുള്ള താക്കീതല്ല, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഉള്ളതാണ്. പരിശോധിച്ചു വരുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് റൂൾസ് 2026 AI കണ്ടന്റുകളുടെ കാര്യത്തിൽ നിലനിന്നിരുന്ന വലിയൊരു നിയമവിടവിനെ നികത്തുന്ന നിയമമാണ്. നിയമം മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ എത്തിക്സ് കോഡ് കാലത്തിന്റെ ആവശ്യമാണ്. അത് തീർച്ചയായും പൗരന്മാരുടെ സ്വകാര്യതയെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കും. നിയമം നിർണയിച്ചിരിക്കുന്ന ചട്ടങ്ങൾ അംഗീകരിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നന്നേ കഷ്ടപ്പെടേണ്ടി വരും, സംശയമില്ല. എത്ര കഷ്ടപ്പെട്ടാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് അംഗീകരിക്കാതിരിക്കില്ല. കാരണം ഇന്ത്യ അവർക്ക് വെറും ഒരു രാജ്യമല്ല, കോടാനുകോടി ഉപയോക്താക്കളുള്ള ഒരു മാർക്കറ്റാണ്. അത് നൽകുന്ന സാമ്പത്തിക ലാഭം വേണ്ടെന്ന് ഒരു കമ്പനിയും തീരുമാനിക്കില്ല. മുന്നോട്ട് നോക്കുമ്പോൾ AI ഇന്ത്യയിലെ ഭാവി ശക്തമായ റെഗുലേഷനുകൾക്കിടയിലാണ്. അത് AI സാധ്യതയെയോ വളർച്ചയെയോ പിന്നോട്ട് വലിക്കുന്നതല്ല. അതേസമയം പുതിയ നിയമം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിന് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർക്കുണ്ട്.